കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 20-ാം ദിനം. പറയ്ക്ക് കീഴിലെ ദീപങ്ങൾ എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു: വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ചിലർ നന്നായി പ്രകാശിക്കുന്നുണ്ട്. പ്രകാശിക്കുന്നത് സ്വന്തം മേൽക്കൂരയ്ക്ക് കീഴെയാണെന്ന് മാത്രം. സ്വന്തം കുടുംബത്തിനല്ലാതെ മറ്റാർക്കും ഒരു ഗുണവും ചെയ്യാതെ ജീവിക്കുന്നവർ, സമയവും സമ്പത്തും ആർക്കു വേണ്ടിയും വ്യയം ചെയ്യാൻ മനസ്സില്ലാത്തവർ, അവരെ നാം പറയ്ക്ക് കീഴിലെ ദീപങ്ങൾ എന്ന് വിളിക്കും. മറ്റു ചിലർ തങ്ങൾക്ക് ലഭിച്ച ദൈവിക കൃപകളെ ആരുടെ മുൻപിലും പ്രകാശിപ്പിക്കാൻ കൂട്ടാക്കാത്തവരാണ്. നല്ല സംഘാടനത്തിനും പ്രബോധനത്തിനും സേവനത്തിനുമൊക്കെ കഴിവുള്ള പലരും ഇന്ന് സ്വന്തം മാളങ്ങൾക്കുള്ളിലാണ്. അവരുടെ പ്രകാശത്തിന് പറയ്ക്ക് കീഴിൽ പൊലിയാനാണ് വിധി. ഇനിയും മറ്റു ചിലർ തങ്ങൾ പ്രകാശിക്കുന്നവരാണെന്ന അഹന്തയിൽ സ്വയം പറകൾ തീർക്കുന്നവർ. അത്തരക്കാരെ പറയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ദൈവത്തിനു പോലും കഴിഞ്ഞെന്ന് വരില്ല. വേറൊരു കൂട്ടർ ഏർപ്പെട്ടിരിക്കുന്നത് പ്രകാശിക്കുന്ന മനുഷ്യരെ പറയ്ക്ക് കീഴിലാക്കുന്ന പ്രവൃത്തിയിലാണ്. ഒരു തരത്തിലും അവരുടെ പ്രകാശം ആർക്കും ലഭിച്ചുകൂടാ എന്ന ഹീനമായ ചിന്താഗതിക്കാരാണവർ. തങ്ങളെക്കാൾ പ്രകാശമുള്ളവരാണെന്ന് കാണുന്നവരെ ഏതു വിധേനയും ഇത്തരക്കാർ പറയ്ക്ക് കീഴിലാക്കുന്നു. പ്രകാശം പരത്തുന്നവരെ പറയ്ക്ക് കീഴിലാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ നമുക്ക് ചുറ്റും ധാരാളം കാണാവുന്നതാണ്. മതാധികാരികളും പുരോഹിതരും ജനപ്രമാണികളും ചേർന്ന് ക്രിസ്തു എന്ന നിത്യപ്രകാശത്തെ മരണമെന്ന പറയ്ക്ക് കീഴിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ വീണ്ടും ഈ വലിയ നോമ്പിൽ നാം പുതുക്കുന്നത്. എന്നാൽ ക്രിസ്തു മരണത്തിൻ്റെ പറയെ തകിടം മറിച്ച് അതിനു മുകളിൽ ഉദ്ധാന മഹിമയോടെ ഉപവിഷ്ടനായി. അവൻ ഇന്നും പറയ്ക്ക് മുകളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പറയ്ക്ക് മുകളിൽ പ്രകാശിക്കാനാണ് ഓരോ ക്രിസ്തു ശിഷ്യരുടെയും വിളി. ഈ വിളി സ്വീകരിക്കുന്നവർക്ക് എപ്പോഴും ഇളം കാറ്റ് മുതൽ കൊടുങ്കാറ്റ് വരെയും മഞ്ഞുകണങ്ങൾ മുതൽ പേമാരി വരെയും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വലത്തെ കൈയിലെ ദീപനാളം കാറ്റത്തുലഞ്ഞ് അണഞ്ഞു പോകാതിരിക്കാൻ ഇടത്തെ കൈപ്പത്തിയെ നാം കുടയാക്കുന്നത് പോലെ പറയ്ക്ക് മുകളിൽ പ്രകാശിക്കുന്നവരൊക്കെ തങ്ങളുടെ ധ്യാനം കൊണ്ടും മനനം കൊണ്ടും സ്നേഹം കൊണ്ടും കൃപയുടെ കുട തീർക്കേണ്ടതുണ്ട്. 2 ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഒന്നാമതായി, ഞാൻ വേണ്ടവണ്ണം പ്രകാശിക്കുന്നുണ്ടോ എന്നതാണ്. രണ്ടാമതായി, ഞാൻ എവിടെ പ്രകാശിക്കുന്നു എന്നതും. നമ്മുടെ ഹൃദയമാകുന്ന തണ്ടിന്മേൽ പ്രകാശത്തിൻ്റെ വസന്തമൊരുക്കുന്ന നിത്യപ്രകാശത്തിൻ്റെ ഉടമയായ ക്രിസ്തുവിനോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞാൻ പ്രകാശിക്കുവാനും പറയ്ക്ക് മുകളിൽ പ്രകാശിക്കുവാനും പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും എൻ്റെ മേൽ നിന്റെ കൃപയെ ചൊരിയണമേ. ആമേൻ. സസ്നേഹം, ഈപ്പനച്ചൻ.